പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടും കമ്പ്യൂട്ടർ അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ തുടങ്ങുന്നത്. എന്താണ് കമ്പ്യൂട്ടർ, എന്തിനാണ് കമ്പ്യൂട്ടർ, എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പ്യൂട്ടർ സബ്ജക്റ്റ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ എയിം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ക്ലാസ് തുടർച്ചയായി കാണണം. തുടർച്ചയായി നമ്മളെല്ലാ ചാപ്റ്റർ വൈസായിട്ട് എല്ലാ പോർഷനും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം, റിപ്ലൈ ചെയ്യുന്നതാണ്. ആദ്യമേ എന്നെ പരിചയപ്പെടുത്ത, എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ്. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അലനല്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മുന്നേ +2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ +1 ക്ലാസ്സാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹയർ സെക്കൻഡറി തലത്തിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്തിനാണ് കമ്പ്യൂട്ടർ? എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം? എന്താണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്താ? കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ? കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഓർ ഇലക്ട്രോണിക് ഡിവൈസ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ദറ്റ് ഈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ. എന്താണ്? കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഡെഫിനിഷനിൽ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഫോർ വാട്ട് എന്താ? വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ. സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിച്ച് വെക്കുക. കീപ് ദ ഡാറ്റ, ടു കീപ്പ് ദ ഡാറ്റ. ഓക്കെ, സ്റ്റോർ എന്താണ്? സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ. ആൻഡ് പ്രോസസ് എന്താ? പ്രോസസ് ചെയ്യുക. സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷിച്ച് വെക്കുക. ടു കീപ് ദ ഡാറ്റ. പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ പെർഫോമിങ് സം ഓപ്പറേഷൻസ്. പെർഫോമിങ് സം ഓപ്പറേഷൻസ്. കുറെ ഓപ്പറേഷൻസിന്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് പ്രോസസ് ചെയ്യുന്നത്? ഡാറ്റനെയാണ് പ്രോസസ് ചെയ്യുന്നത്. എന്ത് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. കുറെ എന്താണ്? കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നമ്പേഴ്സ്. ഇതിൻ്റെയൊക്കെ കളക്ഷനാണ് എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഡാറ്റ റിലേറ്റഡ് ടു എ സ്റ്റുഡൻറ്. ഒരു സ്റ്റുഡൻറ്റിന്റെ ഡാറ്റ എന്ന് പറയുന്നത് എന്താ? റോൾ നമ്പർ 1, ദെൻ എന്താ? നെയിം രാജു. ഓക്കെ, ദെൻ എന്താ? മാർക്ക് എന്താ 25 അല്ലെങ്കിൽ ഏജ് 25. ദിസ് ഈസ് ദ ഡാറ്റ റിലേറ്റഡ് ടു എ സ്റ്റുഡൻറ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഡാറ്റകളെ സൂക്ഷിച്ചു വെക്കാനും അതുപോലെ തന്നെ ആ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ, ആ ഡാറ്റയിൽ സം ഓപ്പറേഷൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. സോ ആഫ്റ്റർ പ്രോസസ്സിങ് ദിസ് ഡാറ്റ, യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ. എന്താണ്? ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻ ഈസ് നത്തിങ് ബട്ട് പ്രോസസ്ഡ് ഡാറ്റ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ്ഡ് ഡാറ്റനെയാണ് എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നൗ ഡാറ്റ, വേറൊരു വ്യത്യാസം, ഡാറ്റ ഈസ് മീനിങ്ലെസ്. ഡാറ്റ ഈസ് എന്താണ്? മീനിങ്ലെസ്. ബട്ട് ഇൻഫർമേഷൻ ഈസ് മീനിങ്ഫുൾ. ക്ലിയർ അല്ലേ? ഇവിടെ 1 രാജു 25, ദീസ് ആർ ഓൺലി സം ഫിഗേഴ്സ്
അല്ലേ, സം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ശരിയല്ലേ, വിച്ച് ഹാസ് നോ മീനിങ്. ശരിയല്ലേ. ഇവിടെ റോൾ നമ്പർ 1 രാജുവിൻ്റെ ഏജ് ആണ് 25, ഏജ് ഈസ് 25 എന്ന് പറയാം. ഇറ്റ് ഹാസ് എ മീനിങ്, ഇറ്റ് ഹാസ് എൻ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ റോൾ നമ്പർ 1 രാജു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ എന്താ മാർക്ക് 25 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താ, ഇറ്റ് ഇസ് ഓർഗനൈസ്ഡ്, ഇറ്റ് ഇസ് ഓർഗനൈസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ശരിയല്ലേ. അപ്പോൾ ഡാറ്റ ഈസ് മീനിങ്ലെസ് ബട്ട് ഇൻഫർമേഷൻ ഈസ് മീനിങ് ഫുൾ. ഇൻഫർമേഷൻ ഈസ് നത്തിങ് ബട്ട് പ്രോസസ്ഡ് ഡാറ്റ, ക്ലിയർ, വിച്ച് ഹാസ് സം മീനിങ്, വിച്ച് ഹാസ് സം മീനിങ്. ഇൻഫർമേഷന് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്. SSLC സർട്ടിഫിക്കറ്റ് എന്താ, SSLC നിങ്ങളെല്ലാവരും SSLC പരീക്ഷ എഴുതി നിങ്ങളൊക്കെ പാസ്സായി അല്ലേ. ആ പാസ്സായി എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, +1 അഡ്മിഷൻ നേടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ. അപ്പോൾ ദാറ്റ് ഹാസ് എ മീനിങ്, ദാറ്റ് SSLC സർട്ടിഫിക്കറ്റ് ഹാസ് എ മീനിങ്. എന്താ മീനിങ്? വെദർ യു ആർ എലിജിബിൾ ഓർ നോട്ട്. അല്ലെ, നിങ്ങൾ ഹയർ സ്റ്റഡീസിന് നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും എന്താ, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലേ. നിങ്ങളെല്ലാവരും എന്താണ്, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള എന്നായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവുക. ദാറ്റ് ഹാസ് എ മീനിങ്. എന്താ മീനിങ്? എന്താ, ദാറ്റ് ഈസ് എന്താ, നൗ യു ക്യാൻ ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പോൾ തോറ്റ കുട്ടികളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എന്തായിരിക്കും, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പോൾ അവർക്ക് +1 എന്താ, വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും എന്താ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ദാറ്റ് ഹാസ് എ മീനിങ്, ദാറ്റ് ഹാസ് എ മീനിങ്. ക്ലിയർ അല്ലേ. അപ്പോൾ അതിൽ ആ SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ കിട്ടാൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണ്, അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഡാറ്റ ഇൻപുട്ട് എന്താ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ അഡ്രസ്, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, നിങ്ങളുടെ കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ തന്നെ മാർക്കുകൾ, മാർക്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ശരിയല്ലേ. ആ മാർക്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ പരീക്ഷാ ഭവനിൽ എന്ത് ചെയ്യും, ആ മാർക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിലോട്ട് കയറ്റി ആ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആഫ്റ്റർ പ്രോസസ്സിങ് ദാറ്റ് marks or that data, you will get information in the form of mark list, in the form of mark list which has a meaning, which has a meaning. You got the idea? Our computer is an electronic machine or electronic device which is used to store the data and process the data. Clear alle? Appo data endanu paranju, സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ എന്താണ്, പ്രോസസ്ഡ് ഡാറ്റ. ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് എന്താ, ഓഫ് എ കമ്പ്യൂട്ടർ, ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, നമ്മൾ ഇത്രയും പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒട്ടും ബേസ് ഇല്ലാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇത് നമുക്ക് ബേസ് സ്ട്രോങ് ആയിരിക്കണം. ബേസ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കെട്ടിപ്പൊക്കാം. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ നമുക്ക് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ +1 ക്ലാസ്സുകളിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, എന്ത് ടോപ്പിക്, കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്തിലുള്ള എന്ത് ടോപ്പിക്കാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാവേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ഇത് മനസ്സിൽ നിങ്ങൾക്ക് പതിയണം. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. എന്താണ് ഈ ഒരു 2 വർഷം നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഡെഫിനിഷനാണ് പറഞ്ഞത്, ശരിയല്ലേ. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഡാറ്റ എന്താന്ന് പറഞ്ഞു, ഇൻഫർമേഷനൊക്കെ എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എപ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരിക? ദാറ്റ് ഈസ് വെൻ ദർ ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഈസ് ടു ബി പ്രോസസ്ഡ്. അപ്പം നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, കുറേ ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ manual data processing is very difficult. That is, processing the data manually is a difficult one. ശരിയല്ലേ. അപ്പം നിങ്ങൾക്ക് ഏകജാലകം, അപ്പം നിങ്ങൾ ഏകജാലകത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളെല്ലാം ഓരോ സ്കൂളുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ.
ഇത് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? നല്ല ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? ഓരോരുത്തരും 10, 30, 50 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും, ഓരോരുത്തരുടെ മാർക്കുകൾ. ഇതെല്ലാം ചെയ്ത് നമ്മൾ WGPA കാൽക്കുലേറ്റ് ചെയ്യണം, ശരിയല്ലേ? ഇതെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദാറ്റ് ഈസ് എന്താ, ഈ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാനുവലായിട്ട് ചെയ്യാം, നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്, ശരിയല്ലേ? സോ വാട്ട് വി ആർ ഡൂയിങ്, വി ആർ ഗോയിങ് ടു കമ്പ്യൂട്ടർ. വി ആർ യൂസിങ് കമ്പ്യൂട്ടർ ടു പ്രോസസ് ദിസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വെരി ഈസിലി ഓർ വെരി ക്വിക്കലി. നമുക്ക് പെട്ടെന്ന് കുറേ ഡാറ്റനെ പെട്ടെന്ന്, ഇപ്പോൾ 1,00,000 കുട്ടികളുടെ ഡാറ്റ, അല്ലെങ്കിൽ ഒരു 50,000 കുട്ടികളുടെ ഡാറ്റ, അല്ലെങ്കിൽ പിന്നെ 10,000 കുട്ടികളുടെ ഡാറ്റ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ, മാനുവൽ ഡാറ്റ പ്രോസസ്സിങ് എന്താ നടക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വി ആർ യൂസിങ് കമ്പ്യൂട്ടർ ടു പ്രോസസ് ദാറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വെരി ക്വിക്കലി. അപ്പോൾ സോ ദ പ്രോസസ്സിംഗ് ഓഫ് ദ ഡാറ്റ യൂസിങ് ദ കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ്? അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഡാറ്റ. അപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്, മാനുവൽ ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഡാറ്റ കൂടുതലാണ്, ഇപ്പോൾ 10 കുട്ടികളുടെ ഡാറ്റ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, മാനുവൽ ഡാറ്റ പ്രോസസ്സിംഗ് മതി. നമുക്ക് തന്നെ വേഗം കമ്പയർ ചെയ്ത് വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന കുട്ടിക്ക് ഇന്ന കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. 1000 കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കഴിയില്ല. So it is very difficult. Okay, so that is manual data. അപ്പോൾ manual data processing എന്ന് പറഞ്ഞാൽ എന്താണ്, processing of data manually. Processing is done by the human being. Manual data processing, it is very time consuming. നമുക്ക് എന്താ, കുറേ സമയം വേണം, അക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല, ഒരുപാട് എന്താ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്താ മാനുവൽ ഡാറ്റ പ്രോസസ്സിങ്ങിൽ ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ, ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ദ മെയിൻ ടു ബ്രാഞ്ചസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം one is hardware and the other one is software. എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ? നമ്മൾ ഈ കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം. എന്താണ് ഫിസിക്കൽ പാർട്സ് ഓർ ഇലക്ട്രോണിക് പാർട്സ് ഓഫ് ദ സിസ്റ്റം, അതിനാണ് എന്ത് പറയുന്നത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ, ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിനോടനുബന്ധിച്ചിട്ടുള്ള ഹാർഡ്വെയർ പാർട്ടുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പുറമേയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, മോണിറ്റർ, ഓക്കെ, CPU-ൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? റാം, ഹാർഡ് ഡിസ്ക്, അല്ലേ? അതുപോലുള്ള ഇലക്ട്രോണിക് പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ ഇലക്ട്രോണിക് parts of the system or physical parts of the system. അപ്പോൾ എന്താ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് പ്രോഗ്രാം, എന്താണ് സെറ്റ് ഓഫ് പ്രോഗ്രാം ടു പെർഫോം സം പർട്ടിക്കുലർ ടാസ്ക്. ദാറ്റ് ഈസ്, ഇവിടെ സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ദ ഫണ്ടമെന്റൽ എയിം എന്താണ്? ദ ഫണ്ടമെന്റൽ എയിം ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് എന്താ? എന്തിനാണ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം, എന്തിനാണ് നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, എന്തിനാ? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ എയിം ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. ശരിയല്ലേ? ഈസ് ടു സോൾവ് ദ പ്രോബ്ലംസ്, അല്ലേ? പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ശരിയല്ലേ? സൂപ്പർ മാർക്കറ്റിൽ എന്താണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഹോസ്പിറ്റലിൽ എടുത്താൽ എന്താ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. അതുപോലെ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ദ ഫണ്ടമെന്റൽ എയിം ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ടു സോൾവ് ദ പ്രോബ്ലംസ് വെരി ഈസിലി ഓർ വെരി ക്വിക്ക്ലി, അല്ലെ വെരി അക്യുറേറ്റ്ലി എന്നൊക്കെ പറയും. ശരിയല്ലേ? അപ്പോൾ in order to solve the problems using computer, the computer hardware alone is not sufficient.
അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിലേക്ക് സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. കമ്പ്യൂട്ടറിലോട്ട് സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ദ കമ്പ്യൂട്ടർ വിൽ ബി കേപ്പബിൾ ടു സോൾവ് ദ പ്രോബ്ലംസ്. അതുപോലെ ഇപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ കാണണം, റേഡിയസ് ഉണ്ട്, നമുക്ക് എന്താണ് ഏരിയ ഓഫ് ദ സർക്കിൾ കാണാം. നമുക്ക് ആ ഫോർമുലയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ കാണും. അപ്പോൾ നമുക്കെന്താ, നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഏരിയ കാണണമെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യണം, ആ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ദ സർക്കിൾ കാണാനുള്ള സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർക്ക് കൊടുക്കണം, കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കണം. then only the computer will be capable to solve that problem. You got the idea? അത്തരത്തിലുള്ള സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഹാർഡ്വെയർ വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂല. കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ എന്ത് കൂടെ കൊടുക്കണം, സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടെ കൊടുക്കണം. അത്തരത്തിലുള്ള സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാ, ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത് ആരാ, നമ്മളാണ് കൊടുക്കുന്നത്. ശരിയല്ലേ? നമ്മൾ പിന്നെ മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രോഗ്രാമേഴ്സ്, അല്ലെങ്കിൽ എന്താ ഇത് പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾ, നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്, കമ്പ്യൂട്ടറിനാണ് കൊടുക്കുന്നത്. ശരിയല്ലേ? എന്തിനാണ് കൊടുക്കുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാ, നമ്മളാണ് കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്, കമ്പ്യൂട്ടറിനാണ് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എ കമ്മ്യൂണിക്കേഷൻ, ശരിയല്ലേ, നാച്ചുറലി എ കമ്മ്യൂണിക്കേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് എ കമ്പ്യൂട്ടർ. നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. കമ്മ്യൂണിക്കേഷൻ, ശരിയല്ലേ? നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ, നമ്മൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആളുകൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, എങ്ങനെയാ, ത്രൂ ലാംഗ്വേജസ്. ശരിയല്ലേ? കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ ലാംഗ്വേജസ്. ഭാഷയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹിയർ ആൾസോ എന്താ, വി നീഡ് സം ലാംഗ്വേജ്. ഇവിടെ നമുക്ക് എന്ത് വേണം, സം ലാംഗ്വേജ് ഇസ് നീഡഡ്. ശരിയല്ലേ? എന്തെങ്കിലും ഭാഷ വേണം. എങ്ങനത്തെ ഭാഷ വേണം, നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ വേണം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് എന്താ, വി നീഡ് എ ലാംഗ്വേജ് അല്ലേ, വിച്ച് ഈസ് കേപ്പബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? നമുക്കറിയാം ഈച്ച് ലാംഗ്വേജ്, ഓരോ ഭാഷക്കും എന്തുണ്ട്, ഈച്ച് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ സിൻടാക്സ് ആൻഡ് ഗ്രാമർ. ശരിയല്ലേ? ഓരോ ഭാഷക്കും എന്തുണ്ട്, അതിൻ്റെതായ സിൻടാക്സും ഗ്രാമറും റൂളുകളൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? നമ്മുടെ ഭാഷയിൽ, കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ, മലയാളത്തിൻ്റെതായ സിൻടാക്സ് ഗ്രാമർ റൂൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലോ ഇംഗ്ലീഷിൻ്റെതായ സിൻടാക്സ് ഗ്രാമർ റൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താ, അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഷയുടെ സിൻടാക്സ് റൂളുകൾ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ശരിയല്ലേ? ഇപ്പൊ മലയാളം അറിഞ്ഞാൽ നമുക്ക് എന്താ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മലയാളത്തിന്റെ ഗ്രാമറും സിൻടാക്സും അല്ല ഏതിന്റെ, തമിഴിന്റെ അല്ലെങ്കിൽ തെലുങ്കിന്റെ. അപ്പൊ തെലുങ്കിലുള്ള പിന്നെ വാക്കുകളും അക്ഷരങ്ങളൊക്കെ എന്താ വ്യത്യാസമുണ്ട്. ശരി, അപ്പൊ അതിന്റെ ആ ഭാഷയുടെ ലാംഗ്വേജ് സിൻടാക്സ് റൂൾസും പഠിച്ചാൽ നമുക്ക് എന്താ ആ ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ലാംഗ്വേജസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ലാംഗ്വേജസ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഈ ലാംഗ്വേജസിൽ
ഇനി എന്തൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്മുടെ നോർമൽ ലൈഫിലുള്ള ലാംഗ്വേജസ് അല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു, നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ആണ്. എന്തായിരുന്നു? ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ഓർ മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് എന്താണ്? മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഈ മെഷീൻ ലെവൽ ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താ? മെഷീൻ ലെവൽ ലാംഗ്വേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ശ്രദ്ധ പോകരുത്. ഇൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് വി ആർ യൂസിങ് ഓൺലി 2 സിമ്പിൾസ്. ആകെ 2 സിമ്പിൾസ് മാത്രമേ ഏതിലുള്ളൂ? മെഷീൻ ലെവൽ ലാംഗ്വേജിൽ ഉള്ളൂ. അത് ഏതൊക്കെയാ സിമ്പിൾസ്? ഒന്ന് 1 and 0. These are the 2 symbols used in machine level language. 1 means current is on, 0 means current is off. ഈ 2 സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതുന്നതാണ് ലാംഗ്വേജ് ആണ് ഇത് മെഷീൻ ലെവൽ ലാംഗ്വേജ് ഓർ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്. കോമ്പിനേഷൻസ് ഓഫ് 1s and 0s. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതങ്ങനെ ഇങ്ങനെ കോമ്പിനേഷൻസ് ഓഫ് 1s and 0s. കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുക, സ്വിച്ച് ഓഫ്, ഇങ്ങനെ എന്താ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒന്ന്, ഇവിടെ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താ? ഒരു 1 മാറി ഒരു 0 ആയാൽ, അല്ലെങ്കിൽ ഒരു 0 മാറി ഒരു 1 ആയാൽ എന്തായി? ദ ടോട്ടൽ മീനിങ് ഈസ് ചേഞ്ച്ഡ്. ശരിയല്ലേ? ഇപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമല്ല എന്ത്? ഇവിടെ ഒരു 0 മാറി ഒരു 1 ആയാൽ നടക്കുക അല്ലെ? മാറിയില്ലേ? കോഡ് മാറി. അപ്പൊ എന്താ? എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ് മെഷീൻ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ലെവൽ ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു? ഇൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്താണ്? ഇൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് വി ആർ യൂസിങ് ഓൺലി 2 സിമ്പിൾസ്. The symbols are ഏതൊക്കെയാ? 1 and 0. The symbols are ഏതൊക്കെയാ? 1 and 0. 1 means current on, 0 means current off. അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഓർ സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ്. ഇതിന് പറയുന്ന വേറെ പേരെന്താണ്? സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, അതുപോലെ ഇനി അടുത്ത തേർഡ് ജനറേഷൻ വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ജനറേഷൻ്റെ വേറെ പേര് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ഇൻ അസംബ്ലി ലെവൽ ലാംഗ്വേജ് വി ആർ യൂസിങ് ന്യൂമോണിക്സ്. എന്താണ്? ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? some symbols for like add, that is for addition, subtraction sub, അതുപോലെ multiplication mul, അതുപോലെ ഡിവിഷൻ div എന്ന് പറയും. ഇതുപോലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യാം. ഇപ്പൊ ആഡ് ചെയ്യാന്നുള്ളെങ്കിൽ ആഡ്. അപ്പോൾ ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ആയി, ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാവുന്ന രൂപത്തിലോട്ടായി. ശരിയല്ലേ? ഇപ്പൊ മെഷീൻ ലെവൽ ലാംഗ്വേജും അസംബ്ലി ലെവൽ ലാംഗ്വേജും കമ്പയർ ചെയ്യുമ്പോൾ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ എന്താ? കംപ്ലീറ്റ് കളക്ഷൻസ് ഓഫ് 1s and 0s ആണ്. ശരിയല്ലേ? ഇപ്പൊ ഇത് ആഡ് ആണോ സബ് ആണോ നമുക്ക് അറിയില്ല, നമുക്ക് തന്നെ അറിയുന്നില്ല. ശരിയല്ലേ? നേരെ മറിച്ച് ഇത് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താ? ദിസ് ഇസ് ഫോർ അഡീഷൻ, ദിസ് ഇസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? സമ്മതിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ നോർമൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ന്യൂമോണിക് ഉണ്ട്. എന്താ? വിബ്ജിയോർ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്താ? മഴവില്ലിൻ്റെ പിന്നെ കളേഴ്സ് ഓഫ് റെയിൻബോ, മഴവില്ലിൻ്റെ വർണ്ണങ്ങൾ അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ എന്ന് പറയും. ഇറ്റ് ഈസ് എ ന്യൂമോണിക്. ശരിയല്ലേ? ഇറ്റ് ഈസ് എ ന്യൂമോണിക്. അതുപോലെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാം കോഡ് എഴുതാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിന് കൊടുക്കാം. അത്തരത്തിലുള്ള ലാംഗ്വേജാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലി ലെവൽ ലാംഗ്വേജ് അഥവാ സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ജനറേഷൻ ലാംഗ്വേജ്. എന്താണ്? തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ഓർ ഹൈ ലെവൽ ലാംഗ്വേജ്. ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ
തേർഡ് ജനറേഷൻ ലാംഗ്വേജ്. അപ്പോൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയി എന്താണ് എന്താ ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്. എന്താണ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ എഴുതുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം എഴുതാൻ പ്രാപ്തമാക്കുന്ന ലാംഗ്വേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലുള്ള ലാംഗ്വേജ്. ക്ലിയർ അല്ലേ? അപ്പോൾ മെഷീൻ ലെവൽ ലാംഗ്വേജ് കഴിഞ്ഞു, അസംബ്ലി ലെവൽ ലാംഗ്വേജ് കഴിഞ്ഞു, ഹൈ ലെവൽ ലാംഗ്വേജ് ആയി. ഈ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ പഠിക്കുന്ന ഏത് സി, കൊബോൾ. കേട്ടിട്ടുണ്ടോ? കൊബോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ല. കൊബോൾ നിങ്ങളുടെ സിലബസിൽ ഇല്ല. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. അതുപോലെ പാസ്കൽ. എന്താണ് പാസ്കൽ ലൈൻ എന്നുള്ള സയന്റിസ്റ്റിന്റെ പാസ്കൽ. അതുപോലെ സി പ്ലസ് പ്ലസ്. അതുപോലെ പിന്നെ ഫോർട്രാൻ. എന്താണ് ഫോർട്രാൻ? ഫോർമുല ട്രാൻസ്ലേഷൻ. ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസുകൾക്കുള്ള എക്സാമ്പിൾ ആണ്. അതിലൊന്നാണ് എന്ത് സി പ്ലസ് പ്ലസ്. അപ്പൊ ആ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് ആണ് എന്ത് നിങ്ങളുടെ +1 +2 ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാനുള്ള നിങ്ങളുടെ സിലബസ് ഏതാണ്? ഈ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ സി പ്ലസ് പ്ലസ് എന്താന്ന് വെച്ചാൽ എന്താ? സി പ്ലസ് പ്ലസ് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ എന്തിനാണ് സി പ്ലസ് പ്ലസ് യൂസ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആ സി പ്ലസ് പ്ലസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്തിനാ കമ്പ്യൂട്ടറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനാ? പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ഭാഷ ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാം എഴുതാ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഐഡിയ ആ പ്രോഗ്രാം അതിന്റെ പ്രാക്ടിക്കലാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ പരീക്ഷ ഉണ്ട്. പ്രാക്ടിക്കൽ 40 മാർക്കിന് പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ട്. അതിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ എന്താ? സി പ്ലസ് പ്ലസ് ആണ്. ഇവിടുത്തെ ഐഡിയ. അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ സി പ്ലസ് പ്ലസ് എന്താണ്? ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ 3 തരത്തിലുള്ള ഭാഷകൾ പറഞ്ഞു. ഏതൊക്കെയാ? മെഷീൻ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജും ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ദീസ് ആർ ഓൾ യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാം വെരി ഈസിലി. നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലെവൽ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് എന്ത് ലാംഗ്വേജ് അറിയുള്ളൂ? മെഷീൻ ലെവൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അതായത് കമ്പ്യൂട്ടറിൽ എല്ലാതും ഏതിൻ്റെ ഫോമിലാണ്? 1ൻ്റെയും 0ൻ്റെയും ഫോമിലാണ്, ഡിജിറ്റലാണ്. ദാറ്റ് ഈസ് ദ കമ്പ്യൂട്ടർ. എന്താണ് ഇവിടെ പറഞ്ഞ പോയിന്റ്? എന്താണ്? ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലെവൽ ലാംഗ്വേജ്. ദ കമ്പ്യൂട്ടർ ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോഗ്രാം which is written in assembly level language or high level language. അസംബ്ലി ലെവൽ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടോ എഴുതിയ പ്രോഗ്രാമിനെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയൂല? കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ കഴിയൂല. കമ്പ്യൂട്ടറിന് ഏതേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ? മെഷീൻ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് കമ്പ്യൂട്ടറിന് മെഷീൻ ലെവൽ ലാംഗ്വേജ് അറിയുള്ളൂ, നമ്മൾ എഴുതുന്നത് അസംബ്ലി ലെവൽ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മളിവിടെ സാധാരണഗതിയിൽ എന്താ, ഒരു ഭാഷ ഒരാൾക്ക് അറിയാം, മറ്റൊരു ഭാഷ വേറെ ആൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? ഇപ്പോൾ പ്രധാനമന്ത്രി മോഡി അല്ലെങ്കിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവരൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും പ്രസംഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ആളുകൾക്ക് എന്ത് അറിയില്ല? ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നമ്മളെ ഭാഷ എന്താ? മലയാളം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് ഒരാളെ നിർത്തും.
ഒരാളെ നിർത്തിയിട്ട് എന്ത് ചെയ്യും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിനെ നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് എന്നാണ് ട്രാൻസ്ലേറ്റർ. ശരിയല്ലേ? ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ പ്രസംഗത്തിന് നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ്. ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരാൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് എന്ത് വേണം? ഹിയർ ആൾസോ വി നീഡ് സം ട്രാൻസ്ലേറ്റർ. വേണ്ടേ? ട്രാൻസ്ലേറ്റർ വേണ്ടേ? എന്തിനുള്ള ട്രാൻസ്ലേറ്ററാണ് വേണ്ടത്? ഒന്നുകിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം, അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ ഏതിലോട്ട് മാറ്റണം? മെഷീൻ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിലോട്ട് മാറ്റണം. ഈ മെഷീൻ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ ആർക്കും അറിയുള്ളൂ? കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അപ്പൊ നമ്മൾ അസംബ്ലി ലെവലിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതി എന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡാക്കി മാറ്റണം. അതിനുള്ള ട്രാൻസ്ലേറ്ററിന് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലർ. എന്താ പറയാ? അസംബ്ലർ. അപ്പോൾ അസംബ്ലർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് നോട്ട് എ ഹാർഡ്വെയർ ഡിവൈസ്. അതൊരു ഹാർഡ്വെയർ ഡിവൈസ് അല്ല. ഇറ്റ് ഇസ് ആൾസോ സെറ്റ് ഓഫ് പ്രോഗ്രാം. Okay, which translates in the assembly level language program into its corresponding machine level language program. Assembly level language എഴുതിയ ഒരു പ്രോഗ്രാമിനെ അത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടറിന് എന്താ അറിയുള്ളൂ? മെഷീൻ കോഡേ അറിയുള്ളൂ, മെഷീൻ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അസംബ്ലി ലെവലിൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ അതിനെ കറസ്പോണ്ടിങ് ഏതിലോട്ട് മാറ്റണം? മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റണം. അങ്ങനെ അത് മാറ്റുന്ന ട്രാൻസ്ലേറ്ററിനാണ് എന്ത് പറയുന്നത്? അസംബ്ലർ. അടുത്തത് അസംബ്ലി ലെവൽ ലാംഗ്വേജിന്റെ എഴുതി. ഇനി എന്താ? ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം. ഹൈ ലെവൽ ലാംഗ്വേജിലാണ് പ്രോഗ്രാം എഴുതി എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഇതിലോട്ട് തന്നെ മാറ്റണം, മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റണം. അത് മാറ്റുന്ന ട്രാൻസ്ലേറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പൈലർ. എന്താ പറയാ? കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ. കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ. ബോത്ത് ആർ ട്രാൻസ്ലേറ്റേഴ്സ്. എന്താണ്? ട്രാൻസ്ലേറ്റേഴ്സ് which translates high level language program into its corresponding machine level language program. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് പ്രോഗ്രാമിലോട്ട് മാറ്റുന്ന ട്രാൻസ്ലേറ്ററിനെ എന്ന് പറയുന്നത് കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ. രണ്ടും എന്താണ്? രണ്ടും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ദ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇസ് ഡിഫറെന്റ്. കമ്പൈലറിന്റെ ഇന്റർപ്രറ്ററിന് എന്താണ്? ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈസ് ഡിഫറെന്റ്. കമ്പൈലർ എന്താണ്? ഹോൾ പ്രോഗ്രാമിനാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ എന്താണ്? ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ഭാവിയിൽ കമ്പ്യൂട്ടറിന്റെ ഉന്നത പഠനങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ അസംബ്ലി ലെവൽ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലോ എഴുതുന്ന ഈ പ്രോഗ്രാം, ഈ കോഡിനെ നമ്മൾ സോഴ്സ് കോഡ് എന്നാ പറയാം. എന്താ പറയാ? സോഴ്സ് കോഡ് ഓർ സോഴ്സ് പ്രോഗ്രാം എന്നാ പറയാം. അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലെവലിലുള്ള ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ കോഡിനെ പറയുന്നത് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. എന്താ പറയുക? സോഴ്സ് കോഡ് അല്ലെങ്കിൽ ഇതിന് ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ടാർഗറ്റ് കോഡ്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ്സുകളോട് അവസാനിപ്പിക്കാം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. നിങ്ങൾ ഓർത്താൽ മതി. കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. കമ്പ്യൂട്ടർ എന്താണ്? ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഡാറ്റ എന്താന്ന് പറഞ്ഞു, ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു, സ്റ്റോർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു, പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. പിന്നെ മാനുവൽ ഡാറ്റ പ്രോസസ്സിങ്ങും ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. പിന്നെ നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ ഹാർഡ്വെയർ എന്താ? ഫിസിക്കൽ പാർട്സ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെ എന്താ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് പ്രോഗ്രാം അല്ലെ? സെറ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് പെർഫോം സം പർട്ടിക്കുലർ ജോബ് അല്ലെ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? സോഫ്റ്റ്വെയർ എന്തിനാണ് അല്ലെ? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേ പറ്റൂ. എന്നാലേ കമ്പ്യൂട്ടർ വിൽ ബി കേപ്പബിൾ ടു സോൾവ് ദ പ്രോബ്ലം. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹാർഡ്വെയർ പറഞ്ഞു, സോഫ്റ്റ്വെയർ പറഞ്ഞു. പിന്നെ എന്താ? അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നവരെ നമ്മളാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. നമ്മൾ ആർക്കാണ് കൊടുക്കുക? കമ്പ്യൂട്ടറിനാണ് കൊടുക്കുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ? ലാംഗ്വേജിലോട്ട് വന്നു. ലാംഗ്വേജിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് പറഞ്ഞു. ഏതൊക്കെയാ? മെഷീൻ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലെവൽ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് പറഞ്ഞു.
പിന്നെ നമ്മൾ പറഞ്ഞ എന്താ അസംബ്ലറും കമ്പൈലറും ഇൻ്റർപ്രിറ്ററും പറഞ്ഞു. അതെന്താ? കമ്പ്യൂട്ടറിന് ഏത് ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ? മെഷീൻ ലെവൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അസംബ്ലി ലെവൽ ലാംഗ്വേജോ ഹൈ ലെവൽ ലാംഗ്വേജോ ആർക്കും അറിയില്ല, കമ്പ്യൂട്ടറിന് അറിയില്ല. അപ്പോൾ അസംബ്ലി ലെവൽ ലാംഗ്വേജിലോ ഹൈ ലെവൽ ലാംഗ്വേജിലോ എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റണം. അങ്ങനെ മാറ്റുന്ന ട്രാൻസ്ലേറ്റേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ കോഡിലോട്ട് മാറ്റുന്ന ട്രാൻസ്ലേറ്ററാണ് എന്ത്? അസംബ്ലർ. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാമിലോട്ട് മാറ്റുന്ന ട്രാൻസ്ലേറ്ററിനാണ് എന്ന് പറയുന്നത് കമ്പൈലർ ഓർ ഇൻ്റർപ്രിറ്റർ. പിന്നെ നമ്മളത് ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾക്കുള്ള എക്സാമ്പിൾ പറഞ്ഞു. C++, പാസ്കൽ, ഫോർട്രാൻ, കോബോൾ എന്നൊക്കെ പറഞ്ഞ കുറേ ലാംഗ്വേജസ് പറഞ്ഞു. അതിൽ നമ്മൾ എന്താ, നിങ്ങളുടെ സിലബസിൽ ഇവിടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? C++ എന്ന് പറയുന്ന ലാംഗ്വേജാണ്. വേറെയും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ജാവാസ്ക്രിപ്റ്റ് കുറേ മറ്റ് DBMS ഒക്കെ പഠിക്കാനൊക്കെ നമുക്ക് പിന്നീട് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രധാന ടോപ്പിക് ഏതാണ്? C++ ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് C++ ആണ് കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ C++ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിനെന്താണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ആ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം എഴുതുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു. C++ എന്താന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ +1 ക്ലാസ്സുകൾ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. ഇനി നമുക്ക് നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ്, അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക. എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരു +2 കാലഘട്ടം നമ്മൾ നേരുകയാണ്. നന്നായി പഠിക്കുക. എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കൊറോണ കാലത്തൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പഠനത്തിന് ഒരിക്കലും ഇത് ബാധിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഒരിക്കലും നിങ്ങളുടെ പഠനത്തിന് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, യൂട്യൂബിൽ ഉണ്ടാവും. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും +2 എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജംഗ്ഷനാണ്. നിങ്ങൾ എന്ത് കോഴ്സിലോട്ട് പോകണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ 2 വർഷത്തെ നിങ്ങളുടെ പഠനമാണ്. അതുകൊണ്ട് എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കുറേ കുട്ടികൾ എൻട്രൻസ് എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. കുറേ കുട്ടികൾ ഡിഗ്രി, പല ആഗ്രഹത്തോടു കൂടി വന്ന കുട്ടികളാണ്. നിങ്ങളെല്ലാവരും നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നത ഹയർ സ്റ്റഡീസിന് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് സീറ്റുകളൊക്കെ കിട്ടാൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കൊറോണ ഒരു തരത്തിലും നിങ്ങളെ പഠനത്തിനെ ബാധിക്കരുത്. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക. എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കാണണം. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠനത്തിൽ ഉണ്ടാവണം, മാറിപ്പോവരുത്. ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രധാന ഒരു പ്രശ്നം അതാണ്. നിങ്ങളൊക്കെ മൊബൈൽ എടുത്ത് നോക്കിയിരിക്കും, ചിലപ്പോൾ അങ്ങനെ കടന്നുറങ്ങും, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോയിലേക്ക് മാറിപ്പോകും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹൃദയം നിറഞ്ഞ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി സെക്ഷനിലോട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നന്നായി പഠിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഓരോ പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരും ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.